എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരുമിച്ചുകൂടലുകളും മതപ്രഭാഷണവും ഖുർആനിക പഠനവും എന്ന ചോദ്യത്തിന് യാതൊരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും, ഇതൊക്കെ ആരെയെങ്കിലും കാണിച്ച് ഭയപ്പെടുത്താനോ രാഷ്ട്രീയപരമായ നേട്ടങ്ങളുണ്ടാക്കാനോ സമുദായത്തിന്റെ താക്കോൽ സ്ഥാനത്ത് ഞങ്ങളാവണം എന്നാരെയെങ്കിലും കാണിച്ച് ഭയപ്പെടുത്താൻ വേണ്ടിയോ അല്ല ഇത്തരത്തിലുള്ള പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കാറുള്ളത്. മറിച്ച് ഒരേ ഒരു ലക്ഷ്യം, ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ ഇവിടം വിട്ടുമടങ്ങും. ലോകം എത്രയേറെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ഓരോരുത്തരുടെ കൈകളിൽ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് പണമുണ്ടെങ്കിലും 1000 സ്വപ്നങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് നമ്മളൊക്കെയെങ്കിലും റബ്ബ് നിശ്ചയിച്ച സമയം, റബ്ബ് നിശ്ചയിച്ച രീതിയിൽ അല്ലാഹു നമ്മളെയൊക്കെ ഈ മണ്ണിൽ നിന്നും തിരിച്ചു കൊണ്ടുപോകും. അതുകൊണ്ടാണ് മുൻഗാമികളായ ചില കവികളൊക്കെ അവരുടെ ഗ്രന്ഥത്തിലൂടെ മനോഹരമായി വർണ്ണിച്ചിട്ടുണ്ട് മനുഷ്യന്റെ ജനനത്തെക്കുറിച്ചും മനുഷ്യന്റെ മരണത്തെക്കുറിച്ചും. അവരുടെ വാക്കുകളിൽ കാണാം, വലത്തുക ഉമ്മുക യബ്ന ആദമ ബാക്കിയാ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ ഫഅമൽ ബിനഫ്സിക ഇദാ തകുൻ ബകാ ഫി യൗമി മൗതിക ലാഹികൻ മസ്റൂറാ വലത്തുക ഉമ്മുക യബ്ന ആദം, ആദമിന്റെ മക്കളെ, നിങ്ങളെയൊക്കെ നിങ്ങളെ ഉമ്മ പ്രസവിച്ചത് ബാക്കിയ കരയുന്നവനായിക്കൊണ്ട അല്ലേ? ജനിച്ച ഉടനെ ആശുപത്രിയിൽ നിന്നും കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിൽ ഡോക്ടർമാരും നഴ്സുമാരും വെപ്രാളപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് കാണാം. പുറത്തു നിൽക്കുന്ന കുടുംബക്കാര് ചോദിക്കുമ്പോ ചില നഴ്സുമാരൊക്കെ പറയും ഡെലിവറി കഴിഞ്ഞു, കുട്ടി മിണ്ടുന്നില്ല. ഉടനെ തന്നെ കുടുംബക്കാരുടെ മുഖത്തൊക്കെ സങ്കടം വരും. നിമിഷ നേരം കൊണ്ട് ആ കുട്ടി ആർത്ത് കരയുമ്പോ വന്നാസ് ഹൗലക യൽഹഖൂന സുറൂറാ, ആ കരച്ചിൽ കണ്ട് ചിരിച്ചവരാ നമ്മളെ കുടുംബക്കാരൊക്കെ. നമ്മളെ കരച്ചിൽ കണ്ട് കുടുംബക്കാര് ചിരിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ജനിച്ച അന്ന എങ്കിൽ ഫഅമൽ ബിനഫ്സിക ഇദാ തകുൻ ബകാ ഫി യൗമി മൗതിക ലാഹികൻ മസ്റൂറാ, നീ തുറന്ന നിന്റെ കണ്ണുകൾ മറ്റൊരാൾ അടയ്ക്കുന്നൊരു ദിനം വരും. നിന്റെ തുറന്നുപോയ വായ മറ്റൊരാൾ കൂട്ടിക്കെട്ടുന്നൊരു ദിനം വരും. നീ ധരിച്ച നിന്റെ വസ്ത്രത്തിന്റെ കുടുക്കുകൾ പോലും മറ്റൊരാൾ അയക്കുന്നൊരു ദിനം വരും. നീ കുളിച്ച നിന്റെ ഒറ്റക്കുള്ള കുളിക്ക് പകരം മറ്റൊരാൾ നിന്നെ കുളിപ്പിക്കുന്നൊരു ദിനം വരും. അന്ന് നിനക്ക് നിന്റെ സൃഷ്ടാവിന്റെ അടുത്തേക്ക് മനസ്സമാധാനത്തോടെ പുഞ്ചിരിച്ചു പോകണമെങ്കിൽ ഫഅമൽ ബിനഫ്സിക ഇദാ തകുൻ ബകാ ഫി യൗമി മൗതിക ലാഹികൻ മസ്റൂറാ, അന്ന് നിനക്ക് നിന്റെ കുടുംബക്കാരുടെ കരച്ചിലിന്റെ നടുവിൽ പുഞ്ചിരിച്ചുകൊണ്ട് നിന്റെ റബ്ബിന്റെ അടുത്തേക്ക് തിരിച്ചു പോകണമെങ്കിൽ ഫഅമൽ ബിനഫ്സിക, നിനക്ക് നീ അധ്വാനിക്കണം. നിന്റെ ഖബറിനെ പറ്റി നീ ചിന്തിക്കണം. റബ്ബിന്റെ തീരുമാനം ഏത് നിമിഷവും നമ്മളെ നേരെ വരും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാ ഇക്കഴിഞ്ഞ 2 ആഴ്ചകൾക്കിടയിൽ കേരളത്തിൽ നടന്ന മരണങ്ങൾ. 5 വർഷക്കാലത്തോളം പ്രവാസിയായിരുന്ന ഒരു ചെറുപ്പക്കാരൻ 5 കൊല്ലങ്ങൾക്ക് ശേഷം നാട്ടിലുള്ള ഭാര്യയെ, 2 മക്കളെ, വൃദ്ധരായ മാതാപിതാക്കളെ കാണാൻ വേണ്ടി കരിപ്പൂരിലേക്ക് വിമാനം കയറുക. റൂമിലുള്ള കൂട്ടുകാരൊക്കെ പെട്ടി കെട്ടിക്കൊടുത്തു. നാട്ടിലേക്ക് അവൻ വിളിച്ച് ഫോണിൽ പറഞ്ഞു, എല്ലാവരും വാപ്പയും ഉമ്മയും ഒരു വാഹനം വിളിച്ച് പെണ്ണിനെയും കൂട്ടി കരിപ്പൂരിൽ ഇന്നെ കൊണ്ടുപോകാൻ വരണം എന്നോൻ ഒരു വാക്കും പറഞ്ഞു. വിമാനം കരിപ്പൂര് വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തപ്പം ഇരുന്ന ഇരിപ്പിടത്ത് എഴുന്നേറ്റിട്ട് അവൻ തൊട്ടടുത്തുള്ള ആളോട് ചോദിച്ചു, നമ്മൾ കരിപ്പൂരെത്തിയില്ലേ? എത്തി എന്ന് അവര് പറഞ്ഞപ്പോ അൽഹംദുലില്ലാ എന്നും പറഞ്ഞ് പിന്നിലേക്ക് ചാരിക്കടന്നു.
മിനിറ്റുകൾക്കപ്പുറം ആ വിമാനത്തിലുള്ള 147 യാത്രക്കാരും പുറത്തേക്ക് പോയി. പുറത്തേക്ക് വരുന്ന ഓരോരുത്തരെയും പുറത്ത് കാത്തു നിൽക്കുന്ന ഈ കുടുംബം പ്രതീക്ഷയോടെ നോക്കി. പെട്ടിയുന്തി വരുന്ന ഓരോ മുഖങ്ങളിലും മാറി മാറി നോക്കിയിട്ടും തന്റെ മകൻ ആ കൂട്ടത്തിലില്ല എന്നറിയുന്ന സമയത്ത് വാപ്പയും ആ കുടുംബവും വല്ലാതെ പുറത്തുനിന്ന് വെപ്രാളപ്പെട്ട് സങ്കടപ്പെടുന്നത് കണ്ടപ്പോ അവിടെയുള്ള കുറച്ച് ഡ്രൈവർമാര് കാര്യന്വേഷിച്ചു. എയർപോർട്ടിലെ അധികൃതരുമായിട്ട് സംസാരിച്ചപ്പോ പറഞ്ഞു, പെട്ടെന്നൊന്ന് കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിക്ക് പോണം. കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിന്റെ മുൻപിൽ, ഐസിയുവിന്റെ മുൻപിൽ നല്ലൊരു ജീൻസും ഒരു കള്ളിക്കുപ്പായോട്ട് സ്ട്രെച്ചറിൽ കിടക്കുന്ന ഒരു മയ്യത്തിന്റെ മുഖത്ത് നിന്ന് തുണി മാറ്റിയിട്ട് ഡോക്ടർമാര് ചോദിച്ചു, ഇതാണോ നിങ്ങളെ മോൻ? ആ മകന്റെ മയ്യത്ത് വാരിപ്പിടിച്ച് ആ ബാപ്പ ചോദിച്ച ചോദ്യം ഇന്നും അവിടെയുള്ള ഡ്രൈവർമാര് സങ്കടത്തോടെ പറയും, എന്തിനാ പടച്ചോനെങ്കിന്റെ മോനെ കൊണ്ടുപോയത്? എന്തിനാ റബ്ബെങ്ങി ആ മക്കളെ യത്തീം മക്കളാക്കിയ? എന്തിനാ പടച്ചോനെങ്ങി ആ കുട്ടീനെ വിധവയാക്കിയ? മരുന്നുകൊണ്ടും ഗുണല്ലാണ്ടും ജീവിക്കുന്ന ഞാനോ ഓളോ ഞങ്ങളിൽ ഒരാളെ കൊണ്ടുപോയാ പോരായിരുന്നു റബ്ബേ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യത്തെ പോലെ നമ്മളെയൊക്കെ പടച്ചോൻ കൊണ്ടുപോകും, യാതൊരു സംശയവും വേണ്ട. ഒന്നാടുത്തു നോക്കൂ. വെള്ളിയാഴ്ച ദിവസം നേരം പുലർച്ചയ്ക്ക് 5:30 മണിക്കും 6 മണിക്കും ഇടയിൽ പെരിന്തൽമണ്ണയിലൂടെ ഒരു വാന് അങ്ങ് ദൂരെയുള്ള വയല ഭാഗത്തേക്ക് പുറപ്പെട്ടു. വാൽപ്പാറ ഭാഗത്തേക്ക് പുറപ്പെട്ട ആ ടെമ്പോ ട്രാവലറിൽ ജീവിച്ചിരിക്കുന്ന പല കുടുംബത്തിലെയും അംഗങ്ങളാണ്. ഇന്ന് നേരം വെളുത്തപ്പം അതേ പെരിന്തൽമണ്ണയിലൂടെ വീണ്ടും വാഹനം വന്നു. പോയ 13 പേരും ഒരു ടെമ്പോയിലാണെങ്കിൽ തിരിച്ചു വന്ന 9 പേർക്ക് വേണ്ടിയിട്ട് 9 ആംബുലൻസുകളാ. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. വന്നത് മണ്ണിൽ നിന്നാണെങ്കിൽ അതേ മണ്ണിലേക്ക് തന്നെ നിങ്ങളെ തിരിച്ചു പോകുന്ന ഒരു ദിനം റബ്ബ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിശ്ചയിക്കപ്പെട്ട ദിവസത്തിലേക്ക് ഓരോ സെക്കൻഡും അടുത്തുകൊണ്ടിരിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മളെ കയ്യിൽ എന്താ ഉള്ളത്? ഒരിക്കൽ മദീന പള്ളിയിൽ ഒറ്റക്കിരുന്ന് കരയുന്ന സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അരികിൽ ചെന്ന് സ്വഹാബാക്കൾ ചോദിച്ചു, ഉമർ, എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ കരയുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചെന്തോന്ന് പറയാൻ തുടങ്ങി. സങ്കടം കൊണ്ട് വിതുമ്പിപ്പോയ ഉമറിനോട് വീണ്ടും അവർ ചോദിച്ചു, പറ ഉമറെ, എന്താ താങ്കൾക്ക് ഇത്ര കണ്ണീര് വരാനുള്ള കാരണം? ആ മറുപടി പറയുന്നതിന്റെ മുൻപ് ആരാ ഉമർ എന്ന് നമ്മൾ അറിയണം. ഇസ്ലാമിക ഭരണം ഏറ്റെടുത്ത അന്നു മുതൽ വേഷം മാറി മക്കയുടെയും മദീനയുടെയും തെരുവോരങ്ങളിൽ പട്ടിണി കിടക്കുന്ന സാധുക്കളുടെ വിശപ്പകറ്റാൻ വേണ്ടി ഗോതമ്പ് ചാക്ക് തോളിലെടുത്ത് പാവപ്പെട്ടവന്റെ കുടിലുകളിൽ കൊണ്ടിട്ടേച്ചു പോന്ന സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, യൂഫ്രട്ടീസ് നദിയുടെ തീരത്തൊരൊട്ടക കുഞ്ഞങ്ങാനും വെള്ളം കിട്ടാതെ കരഞ്ഞാൽ ഞാൻ എന്റെ റബ്ബിനോട് എന്തുത്തരം പറയുമെന്ന് ചോദിച്ച് മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ നിന്ന് ഹൃദയം പൊട്ടിക്കരഞ്ഞ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, എന്റെ ഉമറങ്ങാനും ഒരു വഴിയിലേക്ക് വന്നാൽ ആ വഴിയിൽ പിശാച് പോലും വരാൻ പഠിക്കുമെന്ന് ലോകത്തിന്റെ പ്രവാചകനെ കൊണ്ട് പറയിപ്പിച്ചിട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്, എനിക്ക് ശേഷം അള്ളാഹു ഒരു പ്രവാചകനെ തെരഞ്ഞെടുക്കുമായിരുന്നെങ്കിൽ ഉദിന ഉമർ, ഉമറിന്റെ പേരെ ഞാൻ നിശ്ചയിക്കൂ എന്ന് ലോകത്തിന്റെ റസൂലുള്ളയെ കൊണ്ട് പറയിപ്പിച്ച സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ജാതീയതയും വർഗീയതയും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും മേൽജാതിയും കീഴ്ജാതിയും തിങ്ങി നിറക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് മനുഷ്യനെ ഏകോപിപ്പിച്ച് ഭരിക്കാൻ ഒരു ഭരണം വേണമെങ്കിൽ അത് ഉമറിന്റെ ഭരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയെ കൊണ്ട് പോലും പറയിപ്പിച്ച സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്ന് കണ്ണുനീരോടെ തിരിച്ച് സഹാബത്തിനോട് പറഞ്ഞു, സഹാബത്തെ, എനിക്ക് പേടി തോന്നുന്നത് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് ചാരി വെക്കാനുള്ള സ്ഥലം ഉമറിന് റബ്ബ് തരാതെ കളയുമോ എന്നെനിക്ക് പേടി തോന്നുന്നു. എങ്ങനെ? റബ്ബിന്റെ സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് ചാരി വെക്കാനുള്ള സ്ഥലം ഉമറിന് അള്ളാഹു തരാതെ കളയുമോ എന്നെനിക്ക് പേടി തോന്നുന്നു. പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളെ, ഏത് സെക്കൻഡും മരണം നിങ്ങളെയും തേടിയെത്തും. ഉള്ളിലേക്ക് വലിക്കുന്ന ഓക്സിജനും പുറത്തേക്ക് തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡും ആ 2 ശ്വാസം കൊണ്ട് മിടിക്കുന്ന ഒരു ഹൃദയവുമല്ലാതെ നമുക്കെന്ന് പറയാൻ ഈ ലോകത്ത് മറ്റൊന്നും നമ്മളെ കയ്യിലില്ല. ഭാരിച്ച ഉത്തരവാദിത്തങ്ങളും സ്വപ്നങ്ങളും ഉപേക്ഷിച്ച് 6 കാലുള്ള കട്ടിലിൽ കയറി
നിക്ഷയിക്കപ്പെട്ട 6 അടി മണ്ണിലേക്ക് ചേർത്ത് വെച്ച് ലോകത്തുള്ള സർവ്വ മനുഷ്യരും നമുക്ക് വേണ്ടി പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ച് യാത്രയാക്കുമ്പോ നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് കയറി ചെന്ന് അള്ളാഹുവിന്റെ ചോദ്യത്തിന്റെ ഉത്തരം എന്തൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഒരു നല്ല വിശ്വാസം, ഒരു നല്ല കുടുംബം, ഒരു നല്ല സാമ്പത്തികം, ഒരു നല്ല സ്വഭാവം, ഇതിലേത് ചോദ്യത്തിനാ പടച്ചവനോട് നമ്മൾ ഉത്തരം പറയാ? പ്രത്യേകിച്ച് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം വലിയ അബദ്ധങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് വർഗീയത കൊടികുത്തി വാഴുമ്പോ മറുഭാഗത്ത് ലഹരി എന്ന മഹാവിപത്ത് കേരളത്തിന്റെ ഓരോ കുടുംബങ്ങളിലേക്കും കയറി വന്നുകൊണ്ടിരിക്കുന്നു. ഇക്കഴിഞ്ഞ മാസത്തിലെ സെൻസസിന്റെ കണക്കനുസരിച്ച് ഓരോ 3 മണിക്കൂറിലും കേരളത്തിൽ ഒരു പുതിയ കുടിയനുണ്ടാകുന്നു, ലഹരിക്ക് ഉപയോഗത്തിന്റെ അടിമപ്പെട്ടവരുണ്ടാകുന്നു എന്ന ഒരു കണ്ടെത്തൽ നമ്മയൊക്കെ ഏറെ ചിന്തിപ്പിക്കേണ്ടതാ. കാരണം അത്രത്തോളം വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറയുടെ മനസ്സുകളിലേക്ക് ലിബറൽ ചിന്താഗതികളും നിരീശ്വരവാദവും യുക്തിവാദവും കുത്തിവെച്ചതിന്റെ പരിണിത ഫലമാണ് ഇന്ന് ഈ സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ചുണ്ടിലെരിയുന്ന സിഗരറ്റും മാടിക്കൊത്തുന്ന മുണ്ടുകളും മൂക്കിനടിയിലേക്ക് തിരികലും നാവിന്റെ അടിയിൽ തിരികെ വെക്കലും മൂക്കിലേക്ക് വലിച്ചു കയറ്റലും ഞരമ്പുകളിൽ കുത്തിത്തായ്ത്തലും ആണത്തമാണെന്ന് ഇന്നത്തെ മീഡിയകൾ മക്കളെ പഠിപ്പിച്ചപ്പോ സ്വന്തം പിതാവിന്റെ തലയറുക്കുന്ന, മാതാവിനെ അങ്ങേയറ്റം ക്രൂരമായി പീഡിപ്പിക്കുന്ന, വല്യുപ്പയുടെ തലയറുത്ത് തീന്മേശയ്ക്ക് മുകളിൽ വെക്കുന്ന, നാടിനും കൂടിനും കുടുംബത്തിനും ഭാരമായി കൊണ്ടിരിക്കുന്ന അനവധി മക്കളെ ഇന്ന് ഈ സമൂഹത്തിന്റെ പല ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കും. എത്രത്തോളം എന്നാൽ രാഷ്ട്രീയ രംഗത്ത് പോലും അക്ഷരം പഠിപ്പിക്കുന്ന അധ്യാപകനെ അതേ അക്ഷരം ഉപയോഗിച്ചുകൊണ്ട് അസഭ്യം പറയുന്ന കാലഘട്ടം. പേനക്കത്തി കൊണ്ട് ചിത്രം വരയ്ക്ക്, പാവപ്പെട്ട സുഹൃത്തിന്റെ സഹോദരന്റെ മാറിടത്തിൽ ചിത്രം വരച്ച് ചീറ്റിത്തെറിക്കുന്ന ചുടുരക്തം കണ്ട് ആനന്ദ നൃത്തമാടുന്ന കലാലയ ക്യാമ്പസുകൾ, പഠിക്കാൻ വരുന്ന മക്കളുടെ ജീവിതത്തിന്റെയൊക്കെ സങ്കടങ്ങൾ വരുത്താൻ റാഗിംഗ് എന്ന ഓമന പേരിട്ട് പഠിക്കാൻ വന്ന മക്കളുടെ തല പിടിച്ച് ക്ലോസറ്റിൽ, മനുഷ്യൻ വിസർജിക്കുന്ന ക്ലോസറ്റിൽ പിടിച്ചു താഴ്ത്തി ശ്വാസം മുട്ടിച്ചു കൊന്ന ക്യാമ്പസുകളുടെ ചരിത്രമാണ് ഇന്ന് ഈ കേരളത്തിന്റെ മണ്ണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. തെരുവോരങ്ങളിലും വീടിന്റെ മുക്കമൂലകളിലും നാടിന്റെ പല ഭാഗത്തും കാലിലഴഞ്ഞു നീങ്ങുന്ന, നാൽക്കാലികളെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ കുടിച്ചും കൂത്താടിയും ലഹരി കുത്തിവെച്ചും ബ്രൗൺ ഷുഗറിനും പെത്തടിനും അതിനേക്കാൾ ഇംഗ്ലീഷ് പേരുകളുള്ള പലതിനും അടിമപ്പെട്ട് ജീവിക്കുന്ന ലക്ഷ്യബോധമില്ലാത്തൊരു തലമുറയെ ഇന്ന് ലിബറലുകൾ ഈ കേരളത്തിൽ വാർത്തെടുത്തു എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്തൊരു വസ്തുതയാ. അതിനേക്കാൾ ഏറെ ഒരു ഭാഗത്ത് ആൺമക്കളെ നശിപ്പിക്കുമ്പോ മറുഭാഗത്ത് പെൺമക്കളെയും അവര് ലക്ഷ്യം വെച്ചു തുടങ്ങി. അതിന്റെ സങ്കടങ്ങളാണ് ഇന്ന് പല കുടുംബത്തിലും പെൺമക്കൾക്ക് കല്യാണം വേണ്ട. 23, 25, 28 വയസ്സായിട്ടും വിവാഹം എന്ന സ്വപ്നത്തിലേക്ക് മാതാപിതാക്കൾ ക്ഷണിച്ചാലും ആ മക്കൾ വിവാഹത്തിന് തയ്യാറാവുന്നില്ല. കാരണം ഏതോ സുപ്രസിദ്ധരും കുപ്രസിദ്ധരുമായ ആരൊക്കെയോ ജീവിതം നഷ്ടപ്പെട്ടു പോയ മനുഷ്യന്റെ ജീവിതത്തെ തെരഞ്ഞു പിടിച്ചെടുത്ത് മീഡിയകൾക്ക് മുൻപിലൂടെ അവതരിപ്പിച്ച് ആളുകളെ വിവാഹബന്ധത്തിൽ നിന്നും അകറ്റാൻ വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന മീഡിയകളും ലിബറലുകളും ഇന്ന് പെൺമക്കളെ സ്വാധീനിക്കാൻ തുടങ്ങി. ഇങ്ങനെ കുടുംബത്തിന്റെ അടിവേരുകളിലേക്ക് മാരകമായ ഫിത്നയുടെയും കുതന്ത്രത്തിന്റെയും വിത്തുകൾ പാകിക്കൊണ്ടിരിക്കുമ്പോ നമ്മളെ മക്കളെ കുറിച്ചും കുടുംബത്തെക്കുറിച്ചും നാളെ റബ്ബിന്റെ മുൻപിൽ എന്തു മറുപടിയുണ്ട് എന്ന് ഓരോ രക്ഷിതാക്കളും ചിന്തിക്കുക അനിവാര്യമായ കാലഘട്ടമാണ്. കാരണം റബ്ബ് നമുക്ക് തന്ന നിഅമത്താണ് നമ്മളുടെ മക്കൾ. ലോകത്ത് റബ്ബ് നമുക്ക് നൽകുന്ന ജീവിതത്തിന്റെ അർത്ഥമാണ് നമ്മളുടെ മക്കൾ. ആ മക്കളെ കുറിച്ച് നാളെ റബ്ബ് ചോദിക്കുമെന്നത് അല്ലാഹു തആല തന്നെ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ച വാക്കാണ്. മദീന പള്ളിയിൽ നബി തങ്ങൾ ഇമാമത്ത് നിൽക്കുമ്പോ ഒരായത്തോതുന്ന സമയത്ത് എന്നും സഹാബാക്കൾ ബോധം കെട്ടുകയും നമസ്കരിച്ച് സലാം വീട്ടിക്കഴിഞ്ഞ് പിൻഭാഗത്ത് ബോധം കെട്ടുകിടക്കുന്ന സ്വഹാബത്തിന്റെ അരികിൽ ചെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളം തെളിക്കും. വെപ്രാളപ്പെട്ട് ഞെട്ടി എഴുന്നേൽക്കുന്ന സഹാബാക്കളോട് റസൂലുള്ള ചോദിക്കും, സഹാബത്തെ എന്തെങ്കിലും കഴിച്ചിട്ടല്ലേ നിങ്ങൾ നിസ്കരിക്കാൻ വരണ്ടേ? പട്ടിണി കൊണ്ടാണോ സഹാബത്തെ നിങ്ങൾ ബോധം കെട്ടത്? അതിന്റെ മറുപടിയായി അവര് തിരിച്ചു പറഞ്ഞു, അല്ല റസൂലേ, ഞങ്ങളുടെ പട്ടിണിയെ അതിജീവിക്കാൻ വേണ്ടി ഞങ്ങളുടെ വയറ്റത്ത് ഞങ്ങൾ പാറക്കല്ലുകൾ കെട്ടിവെച്ചിട്ടുണ്ട് എന്ന്
സ്വന്തം മേൽമുണ്ട് പൊക്കി കാണിച്ച് തന്റെ വയറ്റത്ത് കെട്ടിവെച്ചിട്ടുള്ള പരന്ന പാറക്കല്ലുകൾ ലോകത്തിന്റെ പ്രവാചകന് കാണിച്ചു കൊടുത്തിട്ട് അവർ പറഞ്ഞു, റസൂലേ, സുജൂദിലേക്ക് പോകുമ്പം വീണു പോകാതിരിക്കാൻ, റുക്കൂഇലേക്ക് പോകുമ്പം തളർന്നു പോകാതിരിക്കാൻ ഈ പാറക്കല്ല് ഞങ്ങളെ സഹായിക്കുന്നുണ്ട് നബിയെ എന്നവര് പ്രവാചകനോട് തിരിച്ചു പറഞ്ഞു. വീണ്ടും റസൂല് ചോദിച്ചു, സഹാബത്തെ, പിന്നെന്തുകൊണ്ടാ നിങ്ങൾ ബോധം കെടാനുള്ള കാരണം? അവര് തിരിച്ചു പറഞ്ഞ മറുപടി, നബിയെ, നിങ്ങൾ ഓതുന്ന ആയത്ത് കേട്ടപ്പോ, നിങ്ങൾ പാരായണം നടത്തുന്ന ഖുർആനിക വചനം കേട്ടപ്പോ ഹൃദയങ്ങളുടെ ചലനം നിലയ്ക്കുന്നത് പോലെ തോന്നി, കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകുന്നത് പോലെ തോന്നി, ചുണ്ടുകൾ വിതുമ്പുന്നത് പോലെ തോന്നി.